അപ്പോൾ നമ്മൾ ഷില്ലോങ് പീക്കിലേക്കുള്ള അല്ലെങ്കിൽ അപ്പർ ഷില്ലോങ് ഫോറസ്റ്റിലേക്കുള്ള നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ അപ്പർ ഷില്ലോങ് ഫോറസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ അപ്പർ ഷില്ലോങ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഷില്ലോങ് പീക്ക് എന്ന് പറയുന്നത് ഒന്നാണ്. ഗൂഗിൾ റിവ്യൂസിലുള്ള എന്തോ ഒരു പ്രശ്നമാണ്. ഒരിക്കലും നിങ്ങൾ അപ്പർ ഷില്ലോങ് ഫോറസ്റ്റും ഷില്ലോങ് പീക്കും ഡിഫറൻ്റ് ആണെന്ന് കരുതി ഇങ്ങോട്ട് വരരുത്. ആ പണിയണം, രണ്ടും സെയിം തന്നെയാണ്. ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അകത്തൂടെ നമ്മൾ പോകും. ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയായിരുന്നു. ഇതിന് വരുന്ന വഴിക്കുള്ള ഹിഡൻ ജെം അത് ഭയങ്കര ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. അപ്പോൾ ഇവിടെ ഏതാണ്ട് 8:50 തൊട്ട് 3:30 വരെയാണ്, അല്ലെങ്കിൽ 3:50 വരെയാണ് ഈ നമ്മുടെ ഷില്ലോങ് പീക്കിലേക്കുള്ള എൻട്രി അലോ ചെയ്യുന്നത്. ഒരു കാര്യം ഓർമ്മിക്കുക, സൺഡേ അല്ല ചുട്ടി, ഇവിടെ വെനസ്ഡേ ക്ലോസിംഗ് ആണ്. പാർക്കിംഗ് ഫീസ് ഉണ്ട്. 2 വീലർ ഉൾപ്പെടെ മേളിലേക്ക് ഒരു കയറ്റി വിടത്തില്ല. 2 വീലറിന് 10 രൂപ, നമ്മുടെ എനിക്ക് ലൈറ്റ് വെഹിക്കിളോ കാറും മറ്റും 30 രൂപ, ഹെവി വെഹിക്കിൾസിന് 50 രൂപ. മുകളിലേക്ക് പോയി 250 രൂപ മറ്റെന്തോ പാസ്സെന്ന് തോന്നണേ. ഇവിടെ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, ഷോപ്പുകളുണ്ട് ചെറിയ. സോ നമ്മൾ ചെറിയ ഷോപ്പുകാർ ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ചെറിയ ഷോപ്പുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നല്ല ഫുഡാണ്. അവർ ലെഫ്റ്റ് ഓവർ ഫുഡ് പലയിടത്തും കാണത്തില്ല. ഹൈജീൻ നിങ്ങൾ നോക്കുക. ഹൈജീൻ ഇല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ കാര്യം, പക്ഷേ ഹൈജീൻ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ കണ്ടില്ലായോ, നിങ്ങൾ ആ ഫുഡിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നോ? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് വൃത്തിയായിരുന്നു കിച്ചണൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാഴ്ചകൾ. മുകളിലേക്ക് പോയി നോക്കാം. എന്ത് പറയാനത്, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അയാളിത് ഇപ്പോഴും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ടാക്സീസ്. ഷില്ലോങ് ടൗണിൽ നിന്ന് ഇതൊരു 10 കിലോമീറ്റർ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് 12 കിലോമീറ്റർ വരുന്നു. ഞങ്ങൾ എത്തിക്കുന്നത് പോലീസ് ബസാറിൻ്റെ അടുത്ത് ഞങ്ങളുടെ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ഇവിടേക്ക് വരുന്നുണ്ട്. ഹായ് കുടുംബക്കാരെ, അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. ഇപ്പോഴാണ് അവർ കൗണ്ടർ തുറന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്യൂ. അങ്ങനെ ചേട്ടന് ടിക്കറ്റ് ഏതാ ചേട്ടൻ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ ജിപേ ഒന്നും വർക്ക് ചെയ്യത്തില്ല, കറൻസി മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ക്യാഷ് കരുതുക. അപ്പൊ ഗൈസ് ചേട്ടൻ പറഞ്ഞതുപോലെ പൈസ കരുതുക. ജിപേ ഒന്നും വർക്ക് ആവണില്ല. ഈ ഹെൽമെറ്റ് മിക്കവാറും എനിക്ക് ദേഷ്യം വരുന്നത്. ഒരുമാതിരി അത് കലം കപ്പഴത്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ വണ്ടിയിലാട്ടോ പോകുന്നത് അല്ലേ? ഇവരുടെ വേറെ ഫോറിൻ നാഷണൽസ് അലൗഡ് അല്ല. ഭാരം ചേട്ടൻ്റെ അടുത്തോണ്ട് പോയി. നമ്മുടെ ഇവരുടെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അത് കാരണം ഹെൽമെറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് പോകണം. നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെയുള്ള കറുത്ത വണ്ടികൾ നിങ്ങൾ കാണുന്നല്ലേ, പറയണത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന വണ്ടി, നമ്മൾ പോകുന്ന വണ്ടി ഇതാണ്. പുള്ളിയുടെ പേര് ബന്തയ എന്നാണ്. പുള്ളിയാണ് നമ്മൾ ഷില്ലോങ് പീക്കിലേക്ക് എടുത്തോണ്ട് പോകുന്നത്. കൊണ്ടുപോകുന്നത് നമ്മുടെ മാതി 800 ആണ്. ഹായ്, പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ ഷില്ലോങ് പീക്കിലൂടെ സവാരിക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ഞങ്ങളെ രാമു, അല്ല എൻ്റെ രാമു, ഞങ്ങളല്ല എൻ്റെ രാമു. സോ ഇതാണ് നിങ്ങൾ കാണുന്ന ഷില്ലോങ് പീക്ക്. നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഇതാണ് എയർഫോഴ്സ് സ്റ്റേഷനകത്തൂടിയിട്ട് ഒരു 10 മിനിറ്റോളം ഡ്രൈവ് ഉണ്ടല്ലേ, 5 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റോളം ഡ്രൈവ് അതിനകത്തൂടി വരുന്നുണ്ട്. 30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. എന്നെ പിടിച്ചിട്ടിട്ടുണ്ട് ഒരിക്കൽ. ഈ ആക്കുളം സദേൺ എയർ കമാൻഡിനകത്തൂടി ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച കേസിൽ ഞാൻ അകത്തായിട്ടുണ്ട്. എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കുറേ നാൾക്ക് മുന്നേ, കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ. വാവ് ഗൈസ്, ശരിക്കും പറഞ്ഞാൽ രാമേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ രാത്രിയിൽ അലോ ചെയ്യണമായിരുന്നു.
ഗൈസ് ഇത് ഷില്ലോങ് സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ എങ്ങൊന്നും പോകാനുള്ളൊരു ഓപ്ഷനൊന്നും ഞാൻ കാണുന്നില്ല. ഇത് 9 മണിക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4 മണി വരെ ഇവിടെ നിൽക്കാം. അത്രയ്ക്ക് വലിയ ഭ്രാന്തൊന്നുമില്ല. 4 മണി ഞാൻ പറഞ്ഞത് 4 മണി വരെ ടൈമിംഗ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ആ വ്യൂ കണ്ടോ ഗൈസ്, എന്ത് രസം നോക്കിയേ ഗൈസ്. എന്ത് എന്ന് പറഞ്ഞാൽ ഷില്ലോങ് വ്യൂ പോയിന്റ്. പക്ഷെ ഒരൊറ്റ പ്രശ്നം അതാ ഞാൻ കാണുന്നുള്ളൂ, ഇത് ഏർലി മോർണിംഗും നൈറ്റും അലോ ചെയ്യണം എൻട്രി. അപ്പോൾ ആ നൈറ്റ് വ്യൂ വന്നിട്ട് ഭയങ്കര രസമായിരിക്കും. ഇവിടെ ഇതുപോലത്തെ 2 വാച്ച് ടവേഴ്സ് ഉണ്ട് ഗൈസ്. അതിൽ ഒരു വാച്ച് ടവർ 20 രൂപ, കാരണം അവിടെ ടെലിസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് ടൗണിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഇത് ഫ്രീ ആണ്, നമ്മൾ കാശെടുത്ത് കൊണ്ട് കാര്യമില്ലല്ലോ. फोटो ले कोई प्रॉब्लम नहीं, आप ले ഇതാണ് ഈ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. വാവ്, ഓക്കെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു താഴ്ന്ന ഇവിടെ കിട്ടുന്നുണ്ട് ഉറപ്പായിട്ടും. എനിക്ക് നല്ല കെട്ടിടങ്ങളല്ലേ. ഇതാണ് ശരിക്കും എൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ രാവിലെയോ രാത്രിയിലോ വരണം, അപ്പോഴേ വ്യൂ ശരിക്കും കിട്ടത്തുള്ളൂ. യാമേ തിരിച്ചു പോകാമല്ലോ നമുക്ക്. എടുക്കണ്ട. അപ്പോൾ ഷില്ലോങ് പീക്കിൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ഷില്ലോങ് പീക്കിൻ്റെ മണ്ടക്കിൽ നിന്നും ക്യാമറ വിഷ്ണുവിനൊപ്പം. അപ്പോൾ അറിയാലോ, മറക്കണ്ട. കുടുംബത്തിലേക്ക് സ്വാഗതം. പുതിയ അംഗങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. കുറേ കൂടുതൽ നല്ല വീഡിയോസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ. സപ്പോർട്ട് ചെയ്യേണ്ട ID ബൈ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട നമ്പർ 952223. ഗൈസ്, നമുക്കിവിടെ ട്രഡീഷണൽ ഡ്രസ്സ് ട്രൈ ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ട്രഡീഷണൽ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ കാർസിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ നോർമൽ ഷോപ്സാണ്. ടീ ഉണ്ട്. ഇവർക്ക് ചോറ് മാൻഡേറ്റ് ആണെന്ന് തോന്നുന്നു. ആ ചോറ് ഇവിടുത്തെ ലൈഫിൻ്റെ ഭാഗമാണ്. കാരണം രാവിലെ ദിവസങ്ങളിൽ പോലും നമുക്ക് ചോറ് കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയുക. കാരണം ഈ പൈൻമര കാടുണ്ട്, എനിക്കൊരു കുറച്ചുകൂടി ഉണ്ടായിരുന്നതാണ്. ആ കാഴ്ചകളൊക്കെ നല്ല രസമുള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് അലൗഡ് അല്ല, കാരണം അത് എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഭാഗം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മളെ പെർമിഷൻ, നമുക്ക് ഇവിടെ വന്ന് ഈ വ്യൂ പോയിന്റ് കണ്ട് പോവും. അത് മാത്രമേ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ, നമുക്ക് പെർമിഷൻ ഉള്ളൂ. പോവാം. അപ്പോൾ നമ്മൾ വന്ന വണ്ടി തന്നെ തിരിച്ചു പോവാം. ഇതാണ് ഇവിടുത്തെ ടാക്സീസ്. മഞ്ഞ കളർ, ബ്ലാക്ക് മഞ്ഞ. പക്ഷെ നമ്മുടെ നാട്ടിൽ വെള്ളയിൽ മഞ്ഞയാണ് വരുന്നത്, ഇതിപ്പം കറുപ്പിൽ മഞ്ഞ.